ഒരു പഴയ കഥ പറയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇത്തരം കുറേ കഥകൾ ഉണ്ടായിട്ടുണ്ടാകും. നമുക്കൊക്കെ മനസ്സിൽ ചിലത് ഓർമ്മ ഉണ്ടാകും, ചിലത് ഓർമ്മ ഉണ്ടാകില്ല. ഞാൻ മലപ്പുറത്തൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ മലപ്പുറത്തുകാരുടെ ഒരു ഭാഷ നല്ല രസമാണല്ലോ, മറ്റുള്ള നാട്ടിലെ ആളുകൾക്ക് ഇത് കേൾക്കാൻ. കജ്ജ്, കുജ്ജ്, പജ്ജ്, നെജ്ജ്, ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് മഴക്കാലല്ലേ, മറ്റുള്ളവർക്കൊക്കെ മഴക്കാലമാണ്. ഇങ്ങനെ നമ്മൾ ചെറിയ പ്രായത്തിൽ അങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുമ്പം അത് തിരുത്തി തരുന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ശുദ്ധമായിട്ടുള്ള ഭാഷ പറയാൻ പഠിപ്പിക്കുന്ന ഒരാൾ. അപ്പം ആ സമയത്ത് എല്ലാവരും അത് എടുത്തിരുന്നത് ഒരു ചൊറ എന്നുള്ള രീതിയിലായിരുന്നു. സ്വാഭാവികമാണല്ലോ. സ്കൂളിൽ ഒരു പ്രോഗ്രാം വന്ന് അതിൻ്റെ ഇടയ്ക്ക് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണത് അഡ്വക്കേറ്റ് എം ഉമ്മർ MLA ആണ്. ആ പ്രോഗ്രാമിൽ സ്വാഗതം പറയുന്നത് ഈ ടീച്ചറായിരുന്നു. സ്വാഗതം പറഞ്ഞപ്പോൾ നമുക്ക് തുടക്കം മുതലേ മനസ്സിലാവുന്നുണ്ട് ടീച്ചർ ഭയങ്കര വെപ്രാളത്തിലാണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മൈക്കിലൂടെ ഇങ്ങനെ ശ്വാസത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ വരികയാണ്. അതായത് സഭാകമ്പം നമ്മൾ പറയൂലേ, ടീച്ചർ ഇപ്പം ഞങ്ങളെ കണ്ടല്ലേ പരിചയമുള്ള ക്ലാസ് റൂം, കുറെ വലിയ സദസ്സിനാണല്ലോ പിന്നെ അഭിമുഖീകരിക്കുന്നത്. അപ്പം ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇങ്ങനെ സ്വാഗതം പറഞ്ഞ് അവസാനം പറഞ്ഞ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിപ്പെട്ട ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എം അമ്മർ ഉമ്മല്ലയെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എം അമ്മർ ഉമ്മല്ലേ എന്നാണ് വന്നത്. ശരിക്കും വരേണ്ടത് അഡ്വക്കേറ്റ് എം ഉമ്മർ MLA എന്നാണ്. വാക്കുകൾ അങ്ങോട്ടും തിരിഞ്ഞുപോയി പേടിയുടെ ആ ഒരു പ്രശ്നം കൊണ്ട്. പിന്നെ സദസ്സിൽ ഭയങ്കര കൂവല്. ആ പ്രോഗ്രാമുകളുടെ അലമ്പായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. MLAക്കൊന്നും ചെയ്യാൻ വയ്യ, ടീച്ചർക്കൊന്നും ചെയ്യാൻ വയ്യ, അധ്യാപകർക്കൊന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് സ്കൂൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ് റൂമിൽ, നമ്മളെ വരാന്തയിൽ, നമ്മളെ പുറത്ത് സ്കൂൾക്ക് പോകുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോൾ, അധ്യാപകരുടെ അബദ്ധങ്ങൾ, അധ്യാപകരുടെ മറ്റു പേരുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കുറേയൊക്കെ മറന്നു. അതാണ് സത്യം. ഇപ്പം നമുക്ക് ഓർമ്മയില്ല. നമ്മൾ പഴയ കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ കൂടെ പഠിച്ച ഒരാളെ കുറേ കാലത്തിൻ്റെ ശേഷം ഇപ്പം കാണുകയാണെങ്കിൽ നമ്മൾ എന്തിരിക്കും സംസാരിക്കുക? കുറേ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനുണ്ടാകും. അപ്പം ഇങ്ങനെ നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത ഫീൽ, ഒരു പോസിറ്റീവ് ഫീല് തരുന്നൊരു സംഭവമാണത്. ഇപ്പോൾ 90 കിഡ്സൊക്കെ ഇപ്പോൾ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? കുട്ടികളെ ചേർക്കാനും പാരൻസ് മീറ്റിങ്ങിനൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ണടിച്ച് നിന്നാൽ നമുക്ക് പഴയ നമ്മുടെ ക്ലാസ് റൂമും ആ ക്ലാസ് റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. ഇത് എല്ലായിടത്തും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇത്തരം അനുഭവങ്ങൾ. കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലായിടത്തും അനുഭവങ്ങൾ ഒരേപോലെയാണ്. അന്നത്തെ ആ അനുഭവങ്ങൾ നമ്മൾ മറന്നത്, നമ്മുടെ അനുഭവങ്ങളും കൂടി നമുക്ക് തിരിച്ചു കിട്ടാനൊരു വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്ന പുസ്തകം. ബിനു കെ സാം എഴുതിയ ഒരു പുസ്തകമാണ്. മത്തായി സാറിൻ്റെ ഇത് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം ഇങ്ങനെ വായിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ പഴയ ക്ലാസ് റൂമിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. ആ നൊസ്റ്റാൾജി ഇങ്ങനെ ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ബിനു കെ സാം എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഇതിൽ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെയോ അതല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ, ആ നാട് ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗത്ത് നടന്ന ഇത്തരം സ്കൂളുകളിലെ അനുഭവങ്ങളായിരിക്കും. പക്ഷെ അത് നമുക്കൂടി റിലേറ്റഡ് ആണ്, നമ്മുടെ കൂടി അനുഭവങ്ങളാണ്. ഇതിങ്ങനെ വായിക്കുമ്പം നമുക്ക് നമ്മുടെ ക്ലാസ് റൂമുകളിൽ അന്ന് നടന്ന, നമ്മൾ മറന്നുപോയ കുറേ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. അപ്പം അങ്ങനത്തെ ഒരു പുസ്തകമാണിത്. നമ്മുടെ സ്കൂൾ ലൈഫ് ശരിക്കും നമ്മൾ അടിച്ചു പൊളിച്ചിരുന്നൊരു കാലം ഉണ്ടല്ലോ. അന്നത്തെ കാലം തിരിച്ചു വന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാലം നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മത്തായി സാറിൻ്റെ ഇത്, പള്ളിക്കൂട നർമ്മം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. എല്ലാവർക്കും ഉണ്ടാവൂലേ ഇങ്ങനത്തെ അനുഭവങ്ങൾ കമൻറ്റിലും പറയാലോ.